Good morning, all. Good morning, ma'am. Good morning, ma'am. ഇന്നലെ എടുത്ത ഭാഗം നോക്കിയോ എല്ലാവരും? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാം? Yes, ma'am. ഓക്കെ, ബാക്കി എടുക്കാലോ നമുക്ക്. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് വരല്ലേ മിസ് എടുത്തത്? ബേസിക് ഫീച്ചേഴ്സ് RIS-ന്റെ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് വരല്ലേ എടുത്തത്? ഓക്കെ, ബാക്കി എടുക്കാട്ടോ മിസ്. നെക്സ്റ്റ്, പ്രിന്റബിൾ ലൈക്ക് പേഷ്യൻസ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. എന്താണ് പേഷ്യൻസിന്റെ ലെറ്റേഴ്സ്, പ്രിന്റഡ് റിപ്പോർട്ട്സുകൾ? എന്താണ് പേഷ്യൻസിന്റെ ലാബ് ടെസ്റ്റ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യുക? പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി എടുക്കുക. പേഷ്യൻസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന്റെ നെയിം, പിന്നെ പേഷ്യൻസിന്റെ ഏത് സാമ്പിൾ ആണ്, ഇപ്പൊ ബ്ലഡ് ആണോ, യൂറിൻ ആണോ, സെൽ ആണോ കളക്ട് ചെയ്തത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പൊ ആ വിവരം ഉണ്ടായിരിക്കും, ആ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ് ഡേറ്റ്, ആ സ്പെസിമെന് കളക്ട് ചെയ്ത ഡേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ഡോക്ടറിന്റെ പേരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ലെറ്റേഴ്സ്, അതാണ് പേഷ്യന്റ് ലെറ്റേഴ്സ്. കൂടാതെ എന്താണ് പ്രിന്റഡ് റിപ്പോർട്ട്സ്, പേഷ്യൻസിന്റെ സ്കാനിങ്ങിന്റെ റിസൾട്ടുകൾ പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി ഉണ്ടായിരിക്കും, എടുക്കാൻ സാധിക്കുന്നതാണ് RIS-ൽ. നെക്സ്റ്റ്, റിസൾട്ട് ട്രാൻസ്മിഷൻ വിയ ഇന്റഗ്രേഷൻ ആൻഡ് ഓർ ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ. എന്ത് ചെയ്യാൻ നമുക്ക് ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനു വേണ്ടി നമുക്ക് ഇന്റർനെറ്റ് വഴി അല്ലെ, ഇമെയിൽ വഴിയൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അതൊക്കെ എന്താണ് ഇതിന്റെ സവിശേഷതയല്ലേ, ബേസിക് ഫീച്ചേഴ്സ് അല്ലേ? നമുക്ക് മെയിൽ വഴി അയച്ചു കൊടുക്കാൻ പറ്റുന്നത്, നെറ്റ് വഴി മറ്റുള്ളവർക്ക് കൈമാറാൻ പറ്റുന്നതൊക്കെ അതിന്റെ സവിശേഷതയാണ് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് നേരിട്ട് റിപ്പോർട്ടുകൾ കൊണ്ടുകൊടുക്കാതെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ എന്താണ് അവരുടെ റൂമില്, ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാണ് അല്ലെ, ഇൻഫർമേഷൻസ് കിട്ടല്ലേ ആണോ? അപ്പൊ അതുവഴി അവർക്ക് എന്താണ് ഡോക്ടേഴ്സിന് അവരുടെ അഡ്വൈസുകൾ അല്ലെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പേഷ്യൻസിന് നൽകാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് ടൈം ലാഭിക്കാം അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഒരു ബേസിക് ഫീച്ചേഴ്സ് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ് പേഷ്യൻസ് ട്രാക്കിംഗ്, പേഷ്യൻസിന് അവരുടെ വിവരങ്ങൾ അല്ലെ, അവരുടെ റിപ്പോർട്ടിന്റെ പ്രോഗ്രസ് എവിടം വരെ എത്തി എന്നൊക്കെ അവർക്ക് തന്നെ എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പേഷ്യൻസ് ട്രാക്കിംഗ്, ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്. ഈ കിട്ടുന്ന റിസൾട്ടുകൾ എങ്ങനെയുള്ളതാണ്? ഇന്ററാക്റ്റീവ് ആണ് അല്ലെ, സംവേദനാത്മകമാണ് ആണോ? ഇപ്പൊ ഡോക്ടേഴ്സിന്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ആ റിപ്പോർട്ടുകൾ നോക്കി കഴിഞ്ഞാൽ തന്നെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഐഡിയ ലഭിക്കുന്നുണ്ടോ, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു ഇന്ററാക്റ്റീവ് അല്ലേ, സംവേദനാത്മകമായ എന്താണ് പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ആ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ ഡോക്ടേഴ്സിന് ഇൻഫർമേഷൻസ് ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് ആണ്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. നമുക്ക് ടെക്നിക്കൽ ഫയൽസുകൾ തയ്യാറാക്കാൻ, ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കുന്നു. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ രീതികൾ. റേഡിയോളജി എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും അല്ലെ നടക്കുന്നത്. ഇപ്പൊ CT എടുക്കുന്ന പോലെയാണോ MRI എടുക്കുന്നത്? ആണോ? അല്ല. അതേപോലെയാണോ അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തുന്നത്? അല്ല അല്ലെ. അതേപോലെയാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോരോ രീതികളായിരിക്കും അല്ലെ, മൊഡാലിറ്റി രീതികളായിരിക്കും. അതേപോലെ അതിന് വരുന്ന മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും അല്ലെ, ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്.
നെക്സ്റ്റ് കൺസേൺ മാനേജ്മെന്റ്. കൺസേൺ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് പേഴ്സണൽസ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ്. ഇപ്പൊ റേഡിയോളജിയിൽ സ്കാനിങ്ങിന് വരുന്ന പേഷ്യൻസ് അവരുടെ വിവരങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ റേഡിയോളജി സെക്ഷൻസിന് കൈമാറില്ലേ? അത് അവരെ സമ്മതത്തോടുകൂടി ആയിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ കൈമാറുന്ന വിവരങ്ങൾ എന്ത് ചെയ്യണം? അവര് സീക്രട്ട് ആയിട്ട് വെക്കണം അല്ലെ? സെക്യൂരിറ്റിയിൽ സൂക്ഷിക്കണ്ടേ? ഇപ്പൊ ചിലപ്പോ പേഷ്യൻസ് എന്ത് ചെയ്യും? ആ റിസൾട്ടുകൾ അവരുടെ മെയിലിലേക്ക് അയക്കും അല്ലെ? ഇമെയിൽ ID പറഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് അയക്കാനൊക്കെ പറയും. അപ്പൊ ആ പേഷ്യൻസ് നൽകുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുക? വെബ്സൈറ്റ് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവര് സീക്രട്ട് ആയിട്ട് നല്ല സെക്യൂരിറ്റിയോടുകൂടി സൂക്ഷിക്കുക. ക്ലിയർ ആയതോ? അതാണ് കൺസേൺ മാനേജ്മെന്റ്. പേഷ്യൻസ് അവരുടെ വിവരങ്ങൾ കൈമാറുന്നതിനായ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ സമ്മതത്തോടു കൂടി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നു. ഓക്കെ ആയോ? ബേസിക് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ഫോർത്ത് പോയിന്റ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഇത് ഏതിൽ പറയുന്നതാണ്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. രണ്ടാമത്തെ പറഞ്ഞത് LIS അല്ലെ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. മൂന്നാമത്തെ പറഞ്ഞത് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം. ഫോർത്ത് വരുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ടേഴ്സ് അവര് നൽകുന്ന മെഡിസിനുകൾ, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിനുകൾ, അവരുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെ? അഡ്വൈസുകൾ എങ്ങനെ നൽകുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെ? ആണോ? ഇലക്ട്രോണിക്കലി സിസ്റ്റം വഴി ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടർ വഴി നൽകുന്നു. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അപ്പൊ ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ഓർ അതർവൈസ് നോൺ ആസ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. എന്തൊക്കെ പറയുന്നുണ്ട്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി CPOE എന്ന് പറയുന്നുണ്ട്. കൂടാതെ എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്നും പറയുന്നു. Refers to the process of medical professional entering and sending medications order and treatment instructions electronically by way of computer application instead of on paper charts. എന്താണ്? മരുന്ന് ഓർഡർ ഫിസിഷ്യൻസ് അവരുടെ മരുന്ന് ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസുകളും നിർദ്ദേശങ്ങളും എന്താണ്? ഇലക്ട്രോണിക് രീതിയിൽ അല്ലെ? പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ അല്ലാതെ ഇലക്ട്രോണിക് രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നൽകുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് തന്നെ ആ പേരിൽ തന്നെ പറയാം അല്ലെ? പേപ്പറിൽ എഴുതി കൊടുക്കുന്നതിന് പകരം അവരുടെ ഇൻസ്ട്രക്ഷൻസും മെഡിസിനുകളും പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളിൽ എഴുതി കൊടുക്കുന്നതിന് പകരം സിസ്റ്റം വഴി കമ്പ്യൂട്ടറൈസ്ഡ് വഴി ഇലക്ട്രോണിക്കലി നൽകുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ച പിക്ചർ നമ്മുടെ ഡോക്ടേഴ്സിന്റെ സ്ക്രീനിൽ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. ഒരു പേഷ്യൻസിന്റെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൽ കിടക്കുന്നത്. അതാണ് അത്. നെക്സ്റ്റ് വരുന്നത് CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ. എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിയുടെ വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കും? നോക്കിയേ, പേഷ്യൻസ് ഇൻഫോർമേഷൻസ്, പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള്. CDSS എന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് CDSS എന്ന് പറയുന്നത്. നെക്സ്റ്റ് CPOE എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അല്ലെ?
അപ്പൊ ഇപ്പൊ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഡോക്ടേഴ്സിന് ലഭിച്ചു. അപ്പൊ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ അസുഖങ്ങളൊക്കെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം എന്താണ് പേഷ്യൻസിന് വേണ്ട മെഡിക്കേഷൻസും നിർദ്ദേശങ്ങളും നൽകും അല്ലെ? ആണോ? ആണ്. അത് ഡോക്ടർ എന്തിലായിരിക്കും നൽകുന്നത്? CPOE CPOE സിസ്റ്റത്തിലല്ലേ? CPOE സിസ്റ്റത്തിലേക്ക്. അപ്പൊ ഈ ഡോക്ടേഴ്സ് അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു പോവാലോ? പേഷ്യൻസിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കൊടുക്കുന്നതില് അല്ലെങ്കിൽ CPOE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡോക്ടർ അവരുടെ ഇൻസ്ട്രക്ഷൻസും മെഡിക്കേഷൻസ് ഒക്കെ എങ്ങനെ എഴുതിത്തരും? പേപ്പറിൽ എഴുതിത്തരാം. പേപ്പർ ബേസ്ഡ് അവര് പ്രിസ്ക്രിപ്ഷൻ പോലെ എഴുതിത്തരും. പക്ഷെ ഇന്ന് എങ്ങനെയാണ്? അവര് കമ്പ്യൂട്ടറിൽ തന്നെ എൻട്രി ചെയ്ത് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ്? ഡോക്ടേഴ്സ് അവര് നൽകുന്ന മെഡിസിനുകളും പിന്നെ എന്താണ്? അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ ലാബ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ സിസ്റ്റത്തില് എൻ്റർ ചെയ്ത് കയറ്റും. കമ്പ്യൂട്ടർ വഴി ഇലക്ട്രോണിക്കലി ആയിട്ട് അവരുടെ എൻ്റർ ചെയ്ത് കയറ്റുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. CPOE. ക്ലിയർ ആയോ സൗമ്യ? CPOE പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ അല്ലാതെ ഡോക്ടേഴ്സ് അവരുടെ നിർദ്ദേശങ്ങളും മെഡിക്കേഷൻസും എന്താണ്? കമ്പ്യൂട്ടർ വഴി നൽകുന്നതിനെയാണ് CPOE എന്ന് പറയുന്നത്. CDSS എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അത് മിസ് പറഞ്ഞുതരാം. ഇപ്പൊ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എടുക്കുക. EHR അല്ലെ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളിൽ എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാകും. അത് CDSS സിസ്റ്റത്തിലേക്ക് നൽകിയിട്ടുണ്ടാവും. അതുകൂടാതെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മുടെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണ്ട അഡ്വൈസുകളും മെഡിസിനുകളൊക്കെ എഴുതും അല്ലെ? അങ്ങനെയല്ലേ പൊതുവെ? ഡോക്ടർ നമ്മളെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ആ സമയത്ത് ഡോക്ടർ കമ്പ്യൂട്ടറിലേക്ക് CPOയിലേക്ക് നൽകുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാനോ? സ്വാഭാവികമല്ലേ? അത് മനുഷ്യ സഹജമാണ് അല്ലെ? അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്ന സമയത്ത് എന്താണ്? തിരുത്താം. അങ്ങനെ തിരുത്തുന്നതാണ് CDSS. ഡോക്ടർ എടുക്കുന്ന ക്ലിനിക്കൽ ഡിസിഷൻസ് എന്തെങ്കിലും അതിൽ എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്നതാണ് CDSS സിസ്റ്റം ചെയ്യുന്നത്. CPOയിൽ വരുന്ന മിസ്റ്റേക്കുകളെ തിരുത്തുക എന്നതാണ് CDSS ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം, PMS. പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം. PMS എന്ന് പറഞ്ഞാല് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ, ബിസിനസ് സെക്ഷൻ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം. അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ പറയുന്നതാണ് PMS. അതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പേഷ്യൻസിന് ഷെഡ്യൂൾ ചെയ്യുക അല്ലെ? അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ നൽകുക, ബില്ലിങ്, പേഷ്യൻസിന്റെ റെക്കോർഡിങ്, റിപ്പോർട്ടിങ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ക്ലിയർ ആയോ? പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിലെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് PMS, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം. അതെന്തൊക്കെ കാര്യങ്ങളാണ്? അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെ? ഷെഡ്യൂളിങ്, അഡ്മിഷൻ പെടും അല്ലെ? അഡ്മിഷൻ, അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ ബില്ലിങ്, പേഷ്യൻസിന്റെ റെക്കോർഡിങ്, വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ടിങ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് PMS. ഓക്കെ ആയോ?
എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്. അതെങ്ങനെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ CPOE ഡോക്ടറുടെ നിർദ്ദേശങ്ങളും മരുന്നുകളൊക്കെ എന്ത് ചെയ്യും CPOE സിസ്റ്റത്തിലേക്ക് നൽകുന്നു. CPOE സിസ്റ്റത്തിൽ എന്ത് ചെയ്യും കറക്ഷൻ ഉണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് CDS സിസ്റ്റം തിരുത്തുന്നു. അതിനുശേഷം എന്താണ് നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെ ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റ്സ് ബില്ലിംഗ് ഒക്കെ എവിടെ ചെയ്തിട്ടുണ്ടാവും പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം നടത്തിയിട്ടുണ്ടാവും. CPOE സിസ്റ്റം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പേഷ്യൻസിന് അവരുടെ മരുന്നുകൾ വാങ്ങാം അല്ലെ അങ്ങനെയല്ലേ. ഡോക്ടർ ചിലപ്പോ മരുന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ റേഡിയോളജി സ്കാനിങ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും CPOE സിസ്റ്റത്തിൽ നിന്ന് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങോട്ട് പോകും ഫാർമസി ലബോറട്ടറി റേഡിയോളജി സെന്ററിലേക്ക് പോകുന്നു. ക്ലിയർ ആയോ? നമ്മ ആദ്യം തന്നെ ഹോസ്പിറ്റൽ എൻട്രൻസിൽ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കും അല്ലെ. പൊതുവെ ചെയ്യുന്ന രീതി അപ്പോയിന്റ്മെന്റ്സ് എടുക്കും. അപ്പൊ നമ്മുടെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ടാവില്ലേ. സോഫ്റ്റ്വെയറിൽ നമ്മൾ ബില്ല് ചെയ്യും അല്ലെ അഡ്മിഷൻ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് ബില്ലിംഗ് ഒക്കെ നടക്കും. അപ്പൊ പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറുടെ അടുത്തേക്ക് പോകും. അപ്പൊ ഡോക്ടർ നമ്മളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കൊടുക്കും CPOE സിസ്റ്റത്തിലേക്ക്. ഡോക്ടറുടെ അഡ്വൈസുകളും മെഡിസിനുകളും കൊടുക്കും. ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഫാർമസിയിലേക്ക് പോകും അല്ലെ മരുന്നുകൾ കളക്ട് ചെയ്യാൻ പോകും. അതല്ലെങ്കിൽ നമുക്ക് ലാബ് ടെസ്റ്റുകൾ എഴുതി തന്നിട്ട് ലാബിലേക്ക് പോകും. അതല്ലെങ്കിൽ സ്കാനിങ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകും റേഡിയോളജി സെന്ററിലേക്ക് പോകും. ക്ലിയർ ആയോ ആ പിക്ചർ CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഇത് സിമ്പിൾ ആണ് കേട്ടോ. ഈ 10 യൂസസ് സിമ്പിൾ ആണ്. 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റലില് കമ്പ്യൂട്ടർ കൊണ്ടുള്ള 10 ഉപയോഗങ്ങൾ 10 യൂസസ് എന്തെല്ലാമാണ്. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഇൻഫോർമേഷൻസ്. എന്താണ് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെ നിലനിർത്താൻ പറ്റുന്നില്ലേ ഏതൊരു കാലത്തേക്കും അല്ലെ അവർക്ക് സൂക്ഷിച്ച് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് സെക്യൂർഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നു. അവർക്ക് ഏത് സമയത്താണോ അത് ആവശ്യമായിട്ട് വരുന്നത് അവർക്ക് അത് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നു അല്ലെ ലഭ്യമാക്കാനും സാധിക്കുന്നില്ലേ. അപ്പൊ നോക്കിയേ പേഷ്യൻസ് ഇൻഫർമേഷൻ ഈസ് കെപ്റ്റ് ഓർഗനൈസ്ഡ്. എങ്ങനെയായിരിക്കും അവർ സൂക്ഷിക്കുന്നത് ഓർഗനൈസ്ഡ് രീതിയിലായിരിക്കും അല്ലെ പ്രത്യേക അടുക്കും ചിട്ടയും അല്ലെങ്കിൽ പ്രത്യേക ഓർഡറിലല്ലേ സൂക്ഷിക്കുന്നത് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള്. പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഓർഗനൈസ്ഡ് നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി സേഫ് സുരക്ഷിതമായി ആൻഡ് റെഡിലി അവൈലബിൾ ഓൺ കമ്പ്യൂട്ടർ നമുക്ക് റെഡിലി പെട്ടെന്ന് തന്നെ ലഭിക്കാൻ പാകത്തിന് സൂക്ഷിക്കുന്നു. എന്താ ചോദിച്ചേ? ക്ലിയർ ആയില്ല മിസ്സിന്? സൗമ്യയാണോ ചോദിച്ചേ? രജിസ്റ്റർ നമ്പർ ഓക്കെ. Patients' information kept organized, safe and readily available on a computer. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ഓർഗനൈസ്ഡ് രീതിയിൽ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് അവർക്ക് പെട്ടെന്ന് കിട്ടാൻ രീതിയിൽ അവര് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നു. ഇൻ ആൻ എമർജൻസി ഒരു എമർജൻസി സിറ്റുവേഷനിൽ മെഡിക്കൽ സ്റ്റാഫ് നീഡ് ടു ആക്സസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് പേഷ്യൻസ് റെക്കോർഡ്സ്. എന്താണ് മെഡിക്കൽ സ്റ്റാഫ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്താണ് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യുന്നു. അവർ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു അല്ലെ. അവരെ പ്രീവിയസ് ഹിസ്റ്ററി അവരുടെ ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ അവരെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവരി റിസൾട്ടുകൾ അവർക്ക് എന്താണ് ഇൻഫോർമേഷൻസ് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു. There are lesser risk of data loss or mismatching while using a computer. ആ കമ്പ്യൂട്ടറിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് നഷ്ടപ്പെടുകയോ പൊരുത്തക്കേടുകളോ മിസ്മാച്ചിങ് വരാനോ ഉള്ള സാധ്യതയില്ല അല്ലെ.
അത് നല്ല ആക്യുറസി ആയിട്ട് അല്ലെ, കൃത്യതയോടുകൂടി സൂക്ഷിക്കുന്നു. ക്ലിയർ ആണോ? ഇത് സിമ്പിൾ അല്ലേ ഇത്? നെക്സ്റ്റ് മോണിറ്റർ പേഷ്യൻസ്. മോണിറ്റർ പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലില് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ കുറിച്ചുള്ള വൈറ്റൽസ് മോണിറ്റർ ചെയ്യുന്നില്ലേ? BP നോക്കുന്നു, ഹാർട്ട് ബീറ്റ് നോക്കുന്നു അല്ലെ? വൈറ്റൽസ് അല്ലേ അതൊക്കെ? മോണിറ്റർ ചെയ്യുന്നു. അതൊക്കെ ഹോസ്പിറ്റൽ നൗ യൂട്ടിലൈസ് computers to keep track of vital signs such as heart rate and blood pressure. എന്താണ്? രോഗിയെ കുറിച്ച്, രോഗിയുടെ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം തുടങ്ങിയവ നിരീക്ഷിക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അഡീഷണലി ദ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം കളക്ട്സ് ദ ഹെൽപ്ഫുൾ പേഷ്യൻസ് ഡാറ്റ. എന്താണ്? കൂടാതെ കമ്പ്യൂട്ടർ നിരീക്ഷണ, കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് എന്താണ്? രോഗിയുടെ സഹായകരമായിട്ടുള്ള ഡാറ്റാസ് ശേഖരിക്കാനും സാധിക്കുന്നു അല്ലെ? അല്ലെ? BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നില്ലേ? ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ ലെവലിൽ കിടക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ അവര് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് മോണിറ്ററിംഗ് ആയിരിക്കും അല്ലെ ചെയ്യുന്നത്. അവരെ ഹാർട്ട് ബീറ്റിംഗ്, BPs, പൾസ് അല്ലെ, ഫുള്ള് അവരെന്താണ്? ഈ യന്ത്രങ്ങൾ, എക്യുപ്മെന്റ്സുകൾ അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് അവരെന്താണ്? ECG ഫുൾ അവരെ കമ്പ്യൂട്ടറൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റത്തിലായിരിക്കും അവർ കിടത്തുന്നത്. എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള, രോഗിയെ കുറിച്ചുള്ള എന്താണ്? ഡാറ്റാസ് നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം വഴി വെന്റിലേറ്ററില്, ICUല് കിടക്കുന്ന പേഷ്യൻസ് അല്ലെ, എന്താണ്? നമുക്ക് കമ്പ്യൂട്ടറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം വഴി നമുക്ക് കളക്ട് ചെയ്യാനായി, ശേഖരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. It is possible to get back this data for future use in research or other purpose. ഇതെന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ പിന്നീട് റിസർച്ച് വർക്കുകൾക്കോ എന്താണ് ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനോ അല്ലെങ്കിൽ അതർ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ? ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ നമുക്ക്. നെക്സ്റ്റ്, medical research. To understand more about a certain ailment, clinicians may now research medical database. എന്താണ്? ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഡോക്ടർ ഈ മെഡിക്കൽ ഡാറ്റാബേസ് ഉപയോഗിക്കും. നമുക്ക് ഇന്നലെ തന്നെ പറഞ്ഞു അല്ലെ, നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നു അല്ലെ? ലഭിക്കുന്നുണ്ടോ? ആരോഗ്യപരമായ ഈ വിവരങ്ങളായിക്കോട്ടെ, അതെല്ലാം എന്ത് വിവരങ്ങളാണെങ്കിലും നമുക്ക് എന്താണ്? ഗൂഗിളില്, കമ്പ്യൂട്ടറിലൊക്കെ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു അല്ലെ? അപ്പൊ ഒരു ഡോക്ടർക്ക് ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിന് വേണ്ട ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട്. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. ആരോഗ്യ രംഗത്ത് നമ്മുടെ മെഡിക്കൽ സ്റ്റാഫുകൾ എന്താണ്? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരുടെ അറിവും നോളജും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റാഫുകള് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ റിസർച്ചുകളുടെ ഭാഗമായിട്ട് സ്റ്റാഫുകൾ അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു. ക്ലിയറായോ? ഇപ്പൊ നമ്മൾ കേൾക്കാത്ത പേര്, ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ ഇതുവരെ കേൾവിയില്ലാത്ത ഒരു അസുഖത്തെ കുറിച്ച് അറിയാണ്, നമ്മ അത് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു നോക്കിയേ, നമുക്ക് അതിന്റെ സിംറ്റംസ് എന്താണ് അല്ലെ, രോഗലക്ഷണങ്ങള്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് അല്ലെ, അങ്ങനെയുള്ള കേസ് എവിടെയൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ലേ നെറ്റിന്ന് ഇൻഫർമേഷൻസ്. ആ പേഷ്യൻസിനെ കുറിച്ചുള്ള, ആ പേഷ്യൻസിന്റെ പേര് പോലെ നമുക്ക് അറിയാൻ പറ്റും ചിലപ്പോ
അല്ലെ? മൈന്യൂട്ട് കാര്യങ്ങൾ വഴിയും നമുക്ക് എന്താണ് നെറ്റ് വഴി നമുക്ക് സെർച്ച് ചെയ്ത് അറിയാൻ സാധിക്കും. അതൊരു ബെനിഫിറ്റ്സ് ആണ് അല്ലെ, യൂസസ് അല്ലേ? ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ലിസ്റ്റ് അല്ലെ? സ്റ്റോക്കുകൾ എന്ത് ചെയ്യും? ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ല, ഒരു ബിസിനസ് സെക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓഫീസുകളിലും എന്ത് ചെയ്യും, അവരുടെ സ്റ്റോക്ക് അവരെന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? സൂക്ഷിച്ചിട്ടുണ്ടാവില്ലേ? സൂക്ഷിച്ചു വെക്കും. അപ്പൊ നോക്കിയേ, നോയിങ് വാട്ട് സോറി ഫോർത്ത് യൂസസ് ഇൻവെന്ററി. Knowing what medications are on hand is very necessary for a patient's therapy. ഒരു പേഷ്യൻസിന്റെ ചികിത്സയ്ക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഫാർമസിയിൽ ഏതൊക്കെ മെഡിസിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഡോക്ടർക്ക് അറിയണം അല്ലേ? ആണോ? അല്ല, ഡോക്ടർ എഴുതി കൊടുക്കുന്ന മെഡിസിന് ആ ഫാർമസിയിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ട്രീറ്റ്മെന്റിന് കാലതാമസം വരും അല്ലേ? അപ്പൊ എന്താണ്? നോയിങ് വാട്ട് മെഡിക്കേഷൻസ് ആർ ഓൺ ഹാൻഡ് ഈസ് വെരി നെസസറി ഫോർ പേഷ്യൻസ് തെറാപ്പി. പേഷ്യൻസിന്റെ ചികിത്സയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഏതൊക്കെ ആ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ കൈവശമുണ്ട് എന്നതിനെ കുറിച്ച് അറിയുക എന്നതാണ്. The rehabilitation process might be slowed down if a doctor prescribed a medication that is not in stock. എന്താണ് ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്? ഒരു ചികിത്സ പതുക്കെ സ്ലോ ആക്കുന്നു. എന്തുകൊണ്ടാണ്? ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത മെഡിസിന് ആ ഫാർമസിയിൽ ഇല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ചികിത്സ സാവധാനത്തിലാക്കുന്നു. Thus, it is important to keep an inventory list up to date. Up to date എന്നാണ് കേട്ടോ. എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം അല്ലെ? ഇൻവെന്ററിയിൽ സൂക്ഷിക്കണ്ടേ? ഇപ്പൊ ഏതെങ്കിലും മെഡിസിൻ ഷോർട്ടേജ് വരാണ്, അപ്പൊ തന്നെ അത് നമ്മൾ എൻ്റർ ചെയ്യണം അല്ലെ? ക്വാണ്ടിറ്റി മാത്രമാണോ? അതിന്റെ സ്റ്റോക്ക് തീർന്നാൽ അത് എൻ്റർ ചെയ്യണം അല്ലേ? വേണ്ടേ? പുതിയത് ഓർഡർ കൊടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഈ ഇൻവെന്ററിയിൽ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ വിവരങ്ങളും. ഇൻ ദ മീൻ വൈൽ ഇൻവെന്ററി കൺട്രോൾ ഈസ് ഡിസിസീവ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. ഹോസ്പിറ്റൽസിലും മെഡിക്കൽ ഫെസിലിറ്റീസിലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത നിർണായകമായ ഒരു ഘടകമാണ് ഇൻവെന്ററി സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഒരു മെഡിസിൻ സ്റ്റോക്ക് ഇല്ല, ഇപ്പൊ നമുക്ക് ഒരു എമർജൻസി മെഡിസിൻ സ്റ്റോക്ക് ഇല്ല, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചിലർക്ക് എന്ത് പറ്റും? ആ പേഷ്യൻസിന്റെ ജീവൻ തന്നെ പെടാല്ലേ? ഒരു ബ്ലീഡിംഗ് ആയിട്ട്, മേജർ ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആയിട്ട് ഒരു പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാണ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ആ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ ഇല്ല, എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും പേഷ്യൻസിന്റെ ഡെത്ത് സംഭവിക്കാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസിലെ നിർണായകമായ ഒരു ഘടകമാണ്. Therefore, inventory managers can trace stock levels through to computer. അപ്പൊ എന്ത് ചെയ്യാ? ഇൻവെന്ററി മാനേജർക്ക് ഈ സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാനായിട്ട് കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാല് സാധിക്കുന്നതാണ് അല്ലെ? ഇൻവെന്ററി മാനേജർക്ക് എന്താണ്? കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് എത്ര മെഡിസിൻ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട്, പുതിയത് ഓർഡർ ചെയ്യണം അല്ലെ? ആണോ? അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുമ്പോ റീഓർഡർ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കമ്പ്യൂട്ടർ നോക്കിങ്ങായിട്ട് ഇൻവെന്ററി മാനേജർക്ക് മനസ്സിലാക്കാനായിട്ട് ട്രാക്ക് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് ഫിഫ്ത്ത് യൂസ് പറയുന്നത് യൂസിങ് സർജിക്കൽ പ്രൊസീജിയർ. എന്ന് പറഞ്ഞേ, സർജിക്കൽ പ്രൊസീജിയറിനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞേ. എക്സാമ്പിൾ ഒക്കെ പറഞ്ഞേ. നമുക്കറിയാവുന്ന എക്സാമ്പിൾ തന്നെയാ.
എക്സാമ്പിൾ ഒക്കെ പറഞ്ഞേ. കീ ഹോൾ സർജറി അല്ലേ, ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റ് അല്ലേ, ലാപ്രോസ്കോപ്പി. എന്താണ് നമ്മ ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇനി ഇത് വായിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ അറിയാം. കീ ഹോൾ സർജറി അല്ലേ, നമ്മൾ എന്താണ് ചെറിയ ക്യാമറ കടത്തി വിട്ടുങ്ങാട്ട് കമ്പ്യൂട്ടറിന്റെ ഇതിലാണ് നമ്മൾ മോണിറ്റർ ചെയ്ത് അല്ലേ. അപ്പൊ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ്, ഒരു ചെറിയ ക്യാമറ അതിൽ കടത്തി വിട്ടിട്ടല്ലേ ആ സ്റ്റഡ് അവിടെ ഇടുന്നതൊക്കെ, ആ ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് ആ സ്റ്റഡ് ഒക്കെ ഇടുന്നത് എങ്ങനെയാണ്, കമ്പ്യൂട്ടറിൽ മോണിറ്ററൈസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ നോക്കിയേ, യൂസിങ് സർജിക്കൽ procedures, computers can perform multi-faceted task with accuracy. എന്താണ് കമ്പ്യൂട്ടർ ബഹുമുഖമായ ജോലികള് കൃത്യതയോടുകൂടി നല്ല ആക്യുറസിയിൽ ചെയ്തു തീർക്കുന്നു. നമ്മ ഒരു ജോലി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പലയിടത്തൊന്നും പലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാണ്, ആരെങ്കിലും വന്ന് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കുകയാണ്, ഫോൺ വരികയാണ്, അല്ലെങ്കിൽ കുട്ടികൾ വന്ന് വിളിക്കുകയാണ്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടോ? ഇല്ല. പക്ഷെ എന്താണ്, കമ്പ്യൂട്ടറിന് ബഹുമുഖമായ കാര്യങ്ങള് ആക്യുറസിയിൽ നല്ല കൃത്യതയോട് കൂടി ചെയ്യാൻ സാധിക്കുന്നു, അവർക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് ഇൻഫോർമേഷൻസ് കൈമാറാൻ സാധിക്കുന്നില്ലേ ആളുകൾക്ക്. അതോടൊപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ അതില് എൻറ്റർ ചെയ്യാൻ, ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. എന്താണ്, ബഹുമുഖമായ കാര്യങ്ങള് നല്ല കൃത്യതയോടുകൂടി കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാനായി സാധിക്കുന്നു. സോ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് റൂംസ് ക്യാൻ സേവ് ലൈവ്സ്. എന്താണ്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് റൂംസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു, സേവ്സ് ലൈവ്സ് അല്ലെ, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓപ്പറേറ്റിംഗ് റൂമുകളില്, ഓപ്പറേഷൻ റൂമുകളില് യൂസ് ചെയ്യുന്നു. ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് സർജൻസ് ഡിപ്പെൻഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. ശസ്ത്രക്രിയാ വിദഗ്ധര് സങ്കീർണമായ ട്രീറ്റ്മെന്റുകൾ ചികിത്സകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്കറിയാം അല്ലെ, എന്താണ് ആൻജിയോപ്ലാസ്റ്റ്, കീഹോൾ സർജറി, ലാപ്രോസ്കോപ്പി അല്ലെ, അങ്ങനെയുള്ള സർജറീസ് ഒക്കെ ചെയ്യാനായിട്ട് സർജൻസ് കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റില് യൂസ് വെട്ടിക്കളഞ്ഞേ. പിന്നെ അവര് പറഞ്ഞ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ എ ഹോസ്പിറ്റൽ, അതൊന്ന് വെട്ടിക്കളാട്ടോ. കിട്ടിയോ? എന്നിട്ട് ഇവിടെ 6th മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ് എന്നുള്ളടത്ത് 6th പോയിന്റ് കേട്ടാ. 10 പോയിന്റ് ഇല്ലേ, ഇത് 6th ആയിട്ടുള്ളൂ. പിന്നെന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്, ഇമേജുകള് നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു അല്ലെ. അൾട്രാസൗണ്ട്, സോണോഗ്രാഫി, CT സ്കാൻ, MRI പോലുള്ള ടെസ്റ്റുകളൊക്കെ നടത്താൻ എന്താണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ. മെഡിക്കൽ മെഷീനറീസില് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. Computers are widely used to operate medical machineries that conduct crucial medical tests including ultrasonography, CT scan, MRIs, blood test, etc. എന്താണ്, MRI സ്കാനിങ്ങുകള്, CT സ്കാനിങ്ങുകള്, അൾട്രാസോണോഗ്രഫി, അൾട്രാസൗണ്ട് സ്കാനിങ്ങുകള്, ബ്ലഡ് ടെസ്റ്റുകള് തുടങ്ങിയിട്ടുള്ള നിർണായകമായ മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ മെഷീനറീസിൽ എന്ത് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നു. Doctors also utilize computers to display their findings and describe the illness and cause of therapy. എന്താണ്, ഡോക്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഫൈൻഡിങ്സ്, അവര് കണ്ടുപിടിച്ച കാര്യങ്ങള് നമുക്ക് പ്രദർശിപ്പിക്കാനും അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനും കോസ് ഓഫ് തെറാപ്പി, ചികിത്സയുടെ കോസിനെ കുറിച്ച് പറഞ്ഞു തരാനും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ സ്കാനിങ് ചെയ്യില്ലേ, ഓരോ മാസം 3 മാസം കൂടും ഒക്കെ സ്കാനിങ്
ചില ഡോക്ടേഴ്സ് കാണിച്ചു തരാറില്ലേ നമുക്ക്, അവരാ സ്ക്രീന് തിരിച്ചു വെച്ചിങ്ങാണ്ട് കുഞ്ഞിന്റെ അനക്കങ്ങൾ അല്ലെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അൾട്രാസൗണ്ട് സോണോഗ്രാഫ് അവർ കാണിച്ചു തരാറുണ്ട് അല്ലെ. അതേപോലെ എന്തെങ്കിലും ടെസ്റ്റുകൾ സ്കാനിങ്ങുകളൊക്കെ ചെയ്യുമ്പോ ഡോക്ടേഴ്സ് നമുക്ക് കാണിച്ചു തരാറില്ലേ, അതിന്റെ എന്താണ് ഫൈൻഡിങ്സ്, ഇന്ന കാര്യങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ മദേഴ്സിനെ, നമ്മുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ ആൻജിയോഗ്രാം ആണ് ആദ്യം ചെയ്യുന്നത് അല്ലെ, ബ്ലോക്ക് കണ്ടുപിടിക്കാനായിട്ട്. ആദ്യം ചെയ്യുന്നത് ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ടാണ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് കാണിച്ചു തരാറുണ്ട് റിലേറ്റീവ്സിന് അല്ലെ, ഇതൊക്കെ ഇങ്ങനെ ഇത്ര ബ്ലോക്കുകളാണ്, ഇതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് CD ആയിട്ടും ചില ഡോക്ടേഴ്സ് അവരുടെ റൂമിൽ കയറ്റിയിട്ടും കാണിച്ചു തരാറുണ്ട്. അപ്പൊ എന്താണ്, ഡോക്ടേഴ്സ് അവരുടെ ഫൈൻഡിങ്സ്, അവർ കണ്ടുപിടിച്ച കാര്യങ്ങളെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, പ്രദർശിപ്പിക്കുന്നതിനും അസുഖങ്ങളെ കുറിച്ച്, ഇൽനെസിനെ കുറിച്ച് പറഞ്ഞു തരാനും കോഴ്സ് ഓഫ് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു തരാനും എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സ് മേ ബി യൂസ്ഡ് ഫോർ 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ്. എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3D മോഡലിംഗ് ഡ്രോയിങ്ങുകളും ചെയ്യാനായി സാധിക്കുന്നത്, അതായത് ഈ സ്കാനിങ്ങുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് 7th പോയിന്റ് കേട്ടോ. 7th പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഒന്ന് പറഞ്ഞേ, നോക്കാണ്ട് കമ്മ്യൂണിക്കേഷൻ എന്താണ്? വിവരം കൈമാറുക. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മറ്റു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കൈമാറാം അല്ലെ, ഫെസിലിറ്റേറ്ററിനൊക്കെ. അപ്പൊ എന്താണ് ദ യൂസ് ഓഫ് കമ്മ്യൂണിക്കേറ്റ്, സ്റ്റാഫുകൾക്ക് കൈമാറാം. ദ യൂസ് ഓഫ് സീനിയർ ഡോക്ടേഴ്സിന്. ഓക്കെ, ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ among healthcare professionals help the staff and makes their job easier because they are sometimes quite busy. എന്താണ് ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എന്താണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വിവരങ്ങള് കൈമാറാനായിട്ട് സാധിക്കുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണ്, they are sometimes quite busy അല്ലെ, ചില സമയത്ത് അവർ എന്തായിരിക്കും തിരക്കിലായിരിക്കും, പേഷ്യൻസ് കൂടുന്ന സമയത്ത് അവർ തിരക്കിലായിരിക്കും. അപ്പൊ ചിലപ്പോ അവർക്ക് എന്താണ്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ ചെന്ന്, വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് റെഫർ ചെയ്യില്ലേ, കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ന്യൂറോനെ പോയി കാണുക അല്ലെ. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും, ഈ ഡോക്ടർ OP-യിൽ തിരക്കിലായിരിക്കും. ഇപ്പൊ കാർഡിയോളജി ഡോക്ടർ ആയിരിക്കും നമ്മളോട് പറയുന്നത് ന്യൂറോനെ പോയി കാണുക. അപ്പൊ ഈ ഡോക്ടർ ആ സമയത്ത് ഇവിടെ തിരക്കായിരിക്കും. അപ്പൊ ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവരെങ്ങനെയാ കൈമാറുന്നത്? കമ്പ്യൂട്ടർ വഴി അല്ലെ, നെറ്റ് ത്രൂ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അയച്ചു കൊടുക്കില്ലേ. അപ്പൊ എന്താണ്, ചില സമയത്ത് അവർ ബിസി ആയിരിക്കുന്ന സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ബിസി ആയിരിക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്താനായി, കമ്പ്യൂട്ടർ വഴി ആശയവിനിമയം നടത്താനായി സാധിക്കുന്നു. അതിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഡോക്ടർക്ക് വിവരങ്ങൾ കൈമാറാൻ എളുപ്പമായിരിക്കും അല്ലെ, ആരോഗ്യത്തെ കുറിച്ചുള്ള ഈ ഡോക്ടറുടെ ഫൈൻഡിങ്സ് അല്ലെ, ഡോക്ടർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആശയവിനിമയം നടത്താനായി സഹായിക്കുന്നു. ഹെൽത്ത് കെയർ സ്റ്റാഫ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം, ചാറ്റ് ഓൺ കമ്പ്യൂട്ടർ, ഷെയർ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ്. എന്താണ്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് റിയൽ ടൈം, തത്സമയം, അവർക്ക് എപ്പോഴാണോ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ എന്താണ് വിവരങ്ങള്, ഇൻഫർമേഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങള് കൈമാറാനായിട്ട്, ഷെയർ ചെയ്യാനായി സാധിക്കുന്നു. കമ്പ്യൂട്ടർ വഴി ഇൻഫർമേഷൻ സിസ്റ്റം വഴി സാധിക്കുന്നു. ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു റിസീവ് ടെസ്റ്റ് ഓർ പോസ്റ്റ് ഇറ്റ് നോട്ട്സ്. എന്താണ്, നമുക്ക് വാചകങ്ങളായിട്ടോ അതല്ലെങ്കിൽ കുറിപ്പുകളായിട്ടോ വിവരങ്ങള് കൈമാറാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാം അല്ലെ.
നമ്മൾ അയക്കാറുണ്ടല്ലോ സാധാരണ നമ്മുടെ മൊബൈൽ വഴി SMS അല്ലെ, മെസ്സേജസ് ഒക്കെ എന്താണ് കുറിപ്പുകളായിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ നോട്ട്സുകളായിട്ട് അവർക്ക് എന്താണ് വിവരങ്ങൾ കൈമാറാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടെലിമെഡിസിൻ. ടെലിമെഡിസിൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, ടെലിമെഡിസിൻ എന്തായിരിക്കും? ഡോക്ടറോ രോഗിയോ? ടെലി കൺസൾട്ടേഷൻ അല്ലെ. ഓക്കെ, രോഗിയോ പേഷ്യൻസോ സോറി ഡോക്ടറോ ലൈവ് ചാറ്റ് വഴി. ലൈവ് ചാറ്റ് അതന്നെ പ്രത്യക്ഷത്തില് അവിടെ ശാരീരികമായി ഹാജരാകാതെ എന്താണ് രോഗികളെ ചികിത്സിക്കുന്ന പ്രവൃത്തിയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് അല്ലെ. നെറ്റ് വഴി ഇപ്പൊ നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുക. ഈ നമുക്ക് ഈ ഫ്ലഡ് അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? ഓൺലൈനായിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യും അല്ലെ. രോഗി എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ എന്താണ് ഓൺലൈനായിട്ട് ഡോക്ടർ റൂമിലേക്ക് അല്ലേ കമ്പ്യൂട്ടർ വഴി നെറ്റ് വഴി കണക്ട് ചെയ്ത് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞങ്ങാട്ട് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ടെലിമെഡിസിൻ 8th യൂസ് ആണ് കേട്ടോ. 8ാമത്തെ ഉപയോഗമാണ്. The act of treating patients remotely while neither the patients nor the practitioner is present physically is considered to be telemedicine. രോഗിയോ പ്രാക്ടീഷണർ അതായത് ഡോക്ടറോ ശാരീരികമായി ഹാജരാകാതെ വിദൂരമായി രോഗികളെ ചികിത്സിക്കുന്ന പ്രവൃത്തിയെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് പേഷ്യൻസ് രോഗിയെ ചികിത്സിക്കുന്ന സംവിധാനത്തെ പറയുന്നതാണ് ടെലിമെഡിസിൻ. Doctor may now connect with patients and other medical personnel thanks to computers and cell phones. എന്താണ് നമ്മുടെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? പേഷ്യൻസുമായിട്ട് അല്ലെങ്കിൽ അതർ മെഡിക്കൽ പേഴ്സണലുമായിട്ട് നെറ്റ് വഴി അല്ല കമ്പ്യൂട്ടേഴ്സ് വഴിയോ അല്ലെങ്കിൽ സെൽഫോൺ വഴിയോ കണക്ട് ചെയ്ത് വിവരങ്ങൾ കൈമാറുന്നു. During natural calamities, telemedicine is crucial as well. പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കും എന്താണ് ടെലിമെഡിസിൻ ക്രൂഷ്യൽ ആയിട്ടുള്ള നിർണായകമായ ഒരു ഘടകമാണ് അല്ലേ. ഇപ്പൊ പ്രളയം വന്ന സമയത്ത് അല്ലെ, പ്രളയം വന്ന സമയത്ത് ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ അങ്ങനെ നടന്നില്ലേ ഡോക്ടേഴ്സിനൊക്കെ? കൊറോണ വന്ന സമയത്ത് ഇപ്പൊ എന്താണ് അങ്ങനെയുള്ള സമയത്ത് ഈ നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോ ഈ ടെലിമെഡിസിൻ എന്താണ് വളരെ നിർണായകമായി പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കസ്റ്റമർ സർവീസ്. 9th പോയിന്റ് ആണ് കേട്ടോ. 9th യൂസ് ആണ് കസ്റ്റമർ സർവീസ്. Hospital now use automatic system like artificial intelligence to provide regular customer service to the patients. എന്താണ് ഹോസ്പിറ്റലില് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് എന്താണ് റെഗുലർ കസ്റ്റമർ സർവീസുകൾ പേഷ്യൻസിന് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് പേഷ്യൻസിന് വേണ്ട പേയ്മെന്റ്സുകൾ ബില്ലിങ്ങുകൾ നടത്താനായിട്ട് മേക്ക് ഡിമാൻഡ്സുകൾ അവരുടെ കംപ്ലൈന്റ്സുകളൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും? ഫൈൻ കിട്ടുന്നതായിരിക്കും അല്ലെ. റോട്ടില് ഹെൽമെറ്റ് വെക്കാതെയും സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്താണ് ഹോസ്പിറ്റലുകളില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കാണിട്ട് എന്താണ് പേഷ്യൻസിന് അവരുടെ പേയ്മെന്റ്സുകൾ അടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്പൊ അവർക്ക് സജഷൻസ് ഉണ്ടാവില്ലേ, ഫീഡ്ബാക്കുകൾ കൊടുക്കാൻ സാധിക്കില്ലേ പേഷ്യൻസിന്? ഫീഡ്ബാക്കുകള് അതായത് ഡിമാൻഡ്സുകൾ അവര് ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് കൊടുക്കാനായി സാധിക്കുന്നു. കൂടാതെ കംപ്ലൈന്റ്സുകൾ കൊടുക്കാനൊക്കെ സാധിക്കുന്നു. അതൊക്കെ കസ്റ്റമർ സർവീസ് ആണ് അല്ലേ.
ഓക്കെ, നെക്സ്റ്റ് ഓൺലൈൻ പേയ്മെന്റ്. 10th പോയിന്റ് പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ്. നമുക്ക് ഓൺലൈനായിട്ട് ഹോസ്പിറ്റലിലെ ബില്ലുകളും അടക്കാനായി സാധിക്കുന്നു അല്ലെ. ഹോസ്പിറ്റൽ now make use of online payment portals to help patients to pay their hospital bills. ഓൺലൈൻ എന്താണ് പേഷ്യൻസ് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്കൂടെ പേയ്മെന്റ്സുകൾ ബില്ലുകൾ പേ ചെയ്യാൻ അടയ്ക്കാനായി സാധിക്കുന്നു. ദിസ് decrease the chance of errors and the task is performed in less time. എന്താണ് ഇത് എറേഴ്സ് കുറയ്ക്കാനായിട്ടും അവര് ആ ടാസ്ക് ചെയ്യാനുള്ള സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ബില്ല് അടക്കുന്നതിന് വേണ്ടി ഒരുപാട് നേരം ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും അല്ലെ. മാൻ പവർ ആണെങ്കിൽ ഒരാള് ബില്ല് എഴുതി നമ്മളെ കൊണ്ട് അടുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഓൺലൈൻ പേയ്മെന്റ് ആവുമ്പോൾ നമുക്ക് എന്താണ് അതിന് വേണ്ടി ആ ടാസ്ക് ആ പ്രവൃത്തി കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം കുറയുകയും എറേഴ്സ് തെറ്റുകൾ കുറയ്ക്കാനായും സാധിക്കുന്നു. ന്യൂസസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആരാണ്? ആളുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? Health Information Manager, HIM, Health Information Manager, organize, oversee and protect patient health information data, which includes symptoms, diagnosis, medical histories, test results and procedures. എന്താണ് രോഗലക്ഷണങ്ങൾ അല്ലെ, സിംറ്റംസ് രോഗലക്ഷണങ്ങൾ, എന്താണ് രോഗ നിർണയം, ഡയഗ്നോസിസ്, മെഡിക്കൽ ചരിത്രം, എന്താണ് മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റിംഗ് റിസൾട്ടുകള്, പിന്നെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന രോഗിയുടെ ആരോഗ്യ വിവര ഡാറ്റാസ് എന്ത് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യുന്ന അല്ലെ, അത് കളക്ട് ചെയ്യുന്ന, അത് സൂക്ഷിക്കുന്ന, അതിന് മേൽനോട്ടം വഹിക്കുന്ന, അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളെ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതെന്താണ് പേഷ്യൻസിന്റെ സിംറ്റംസ് ആവാം അല്ലെ, രോഗലക്ഷണങ്ങള്, ഡയഗ്നോസിസ്, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ, അതിനുവേണ്ട പ്രൊസീജിയർ, അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങള് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയും അതിനുവേണ്ട മേൽനോട്ടം വഹിക്കുകയും അത് സൂക്ഷിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളെയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സെക്ഷനില് IT സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും അല്ലെ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നതും ഡാറ്റ സെൻറ്റർ ചെയ്യുന്നതും എല്ലാം അതിനുവേണ്ട മേൽനോട്ടം വഹിക്കുന്നതും അതിനുള്ള ആളെയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. The exact job description relies on the professional job title. എന്താണ് ഈ എക്സാക്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തിലാണ് വ്യത്യാസപ്പെടുന്നത്? ജോബ് ടൈറ്റിൽ, ആ പ്രൊഫഷണലിന്റെ ജോബ് ടൈറ്റിലിന് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇത്രയും ന്യൂസസ് പഠിച്ചില്ലേ, അപ്പൊ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളെ എന്ത് പറയും? അവിടുത്തെ സ്റ്റാഫ് അല്ലെ, കസ്റ്റമർ സർവീസിലെ സ്റ്റാഫ് അല്ലെ. അതേപോലെ റേഡിയോളജിയിൽ എന്ത് പറയും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. എക്യുപ്മെന്റിന്റെ അവിടെ ആരെയിരിക്കും? അതിനുവേണ്ട സ്റ്റാഫുകൾ അല്ലെ. അപ്പൊ എന്താണ്, ആ ജോബ് ടൈറ്റിൽ അനുസരിച്ച് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ജോലികള് വ്യത്യാസം വരുന്നു. ക്ലിയർ ആയോ? അത് however there are some daily tasks that most health information managers choose. എന്താണ് managers do? എന്നാലും അവർക്ക് however there are some daily tasks the most കൂടുതലായിട്ടും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ചെയ്യുന്ന കുറച്ച് ഡെയിലി ടാസ്കുകൾ, ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ
എന്തൊക്കെയാണ് എന്ന് അടുത്ത് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അത് അവരുടെ പ്രൊഫഷണൽ ജോബ് ടൈറ്റിലിന് അനുസരിച്ച് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവർ ചെയ്യുന്ന ജോലികളില് വ്യത്യാസങ്ങൾ വരുന്നു. എന്നിരുന്നാലും എന്താണ് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ചെയ്യേണ്ട എല്ലാ ദിവസവും ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ ഉണ്ട് അല്ലെ, ഒരു നിർദ്ദേശങ്ങളുണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. Okay, duties of health information manager. Health information manager duties എന്തെല്ലാമാണ്? Establish health information system and processes to ensure the complete and accurate documentation of medical reports. എന്താണ് complete and accurate documents? എന്താണ് complete ആയിട്ടുള്ളതും മുഴുവനായിട്ടുള്ളതും കൃത്യതയുള്ളതുമായ ഡോക്യുമെന്റേഷൻ മെഡിക്കൽ റെക്കോർഡ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതെന്താണ് പ്രോസസ് ചെയ്യുകയും ചെയ്യുക, പ്രോസസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ടു എൻഷുർ മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും കൃത്യതയോടുകൂടും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയറായോ? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മുഴുവനായും കൃത്യതയോടുകൂടിയും ആക്യുറസിയിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആയോ? അത് അത്ര ഉള്ളതില്ല. നെക്സ്റ്റ്, work with the various medical staff including nurses and doctors to enhance the quality and accuracy of patients. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള ക്വാളിറ്റി, ഗുണനിലവാരമുള്ള ആക്യുറസിയുള്ള കൃത്യതയുള്ള വിവരങ്ങൾ ആർക്ക് കൈമാറുക? വേരിയസ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെ, ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നൽകുക. എന്റെ രോഗിയെ കുറിച്ചുള്ള ഗുണനിലവാരമുള്ള, അതായത് അവരെല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങളും ആക്യുറസി കൃത്യതയുള്ള വിവരങ്ങള് മറ്റുള്ള വേരിയസ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് നൽകുക. നെക്സ്റ്റ്, code to ensure secure and bug-free system for controlling health information. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേയ്മെന്റുകളൊക്കെ അടുത്തില്ലേ, അതല്ലെങ്കിൽ ഇൻവെന്ററിയിൽ സൂക്ഷിക്കുന്നത് സാധനങ്ങൾക്ക് കോഡുകള്, QR കോഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ബാർ കോഡ്സ്, QR കോഡ്സ്. നമ്മൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കോഡിഫിക്കേഷൻ ഒക്കെ പഠിച്ചില്ലേ? പർച്ചേസ് മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ കോഡിഫിക്കേഷൻ, കോഡിംഗ് ഒക്കെ പഠിച്ചോ? അപ്പൊ അങ്ങനെയുള്ള കോഡുകള് ചെയ്തിട്ടുണ്ടോ എന്ന്, സുരക്ഷിതമായി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ബഗ് ഫ്രീ സിസ്റ്റം ഫോർ കൺട്രോളിങ് ഹെൽത്ത് ഇൻഫർമേഷൻസ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എറേഴ്സുകൾ ഒന്നുമില്ല എന്ന്, പ്രോബ്ലംസ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എറേഴ്സ് ഒന്നുമില്ല എന്ന്, എറേഴ്സ് ഒന്നും വരാതെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. സോഫ്റ്റ്വെയറിൽ എറർ ഒന്നും വരാൻ പാടില്ല അല്ലെ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിലേക്ക്, സിസ്റ്റത്തിലേക്ക് എററൊക്കെ വരാൻ പാടുണ്ടോ? തെറ്റുകൾ വരാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് ആയി, ബഗ് ഫ്രീ എന്ന് പറഞ്ഞാല് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയറായോ? കോഡർ ഓർ കൊളാബറേറ്റ് വിത്ത് കോഡേഴ്സ്. എന്താണ് പലതരത്തിലുള്ള കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ നമ്മ, ബാർ കോഡുകൾ, QR കോഡുകൾ, സീക്രട്ട് ഫോണിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാസ്വേഡുകൾ അല്ലെ, അങ്ങനെയുള്ള സീക്രട്ട് കോഡ്സുകള്. പിന്നെ ആക്സസ് ചെയ്യാനായിട്ട്, ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകളിൽ കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോഡുകള് സെക്യൂർഡ് ആണോ എന്ന്, സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എന്തെടുക്കാം, ഹാക്കിംഗ് ഒക്കെ നടക്കാം അല്ലെ, ഹോസ്പിറ്റലിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്യാനൊക്കെ പറ്റില്ലേ. അപ്പൊ അങ്ങനെയുള്ള സെക്യൂർഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ
എറേഴ്സ് ഒന്നുമില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക് ആൻഡ് പ്രോസസ് comply with the guideline as well as federal and state level. എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റെഗുലർ ആയിട്ട് ഓഡിറ്റ്സുകൾ നടത്താൻ, അവരുടെ പ്രവർത്തനങ്ങള് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ് ടെക്നിക്സുകൾ, അവിടുത്തെ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഉപകരണങ്ങൾ അല്ലെ, കമ്പ്യൂട്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ചെക്ക് ഓഡിറ്റ് നടത്തുക. പിന്നെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താണ് ഗൈഡ് ലൈന്, ഈ ഹോസ്പിറ്റലിൽ പറയുന്ന ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അനുസരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? അതായത് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തിലാണ് സൂക്ഷിക്കുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലല്ലേ. അതെങ്ങനെ സൂക്ഷിക്കണം? സീക്രട്ട് ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർക്കൊന്നും അതില് ഒരു കള്ളത്തരങ്ങളും മിസ്മാച്ചിങ് കള്ളത്തരങ്ങൾ അല്ലെ അതൊന്നും ചെയ്യാതെ അവര് കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ നിയമങ്ങൾ ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ ഇത്? Next, cooperate with the complaints officer that regularly track audits and denials from third-party auditors and insurance companies and find trends in the data. എന്താണ് കംപ്ലൈൻസ് ഓഫീസറുമായി കോപ്പറേറ്റ് ചെയ്തിട്ട് സഹകരിച്ചിട്ട് എന്താണ് ട്രാക്ക് ഓഡിറ്റ്സ് റെഗുലർലി ട്രാക്ക് ഓഡിറ്റുകൾ ചെയ്യുക. പിന്നെ എന്താണ് ഡിനൈൽസ് ഓഫ് ഫ്രം തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് അല്ലെ, നമുക്ക് ഇൻഷുറൻസുകൾ ക്ലെയിമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഡിനൈൽസ് നിഷേധങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും നിഷേധങ്ങൾ, ഇപ്പൊ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യില്ല എന്നൊക്കെ പറയില്ലേ, ഇത്ര പൈസക്ക് മുകളിലായി കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിഷേധങ്ങൾ ഡിനൈൽസുകൾ വന്നിട്ടുണ്ടോ എന്ന്, ബില്ലുകളിൽ എന്തെങ്കിലും ഡിനൈൽസുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഫൈൻഡ് ട്രെൻഡ്സ് ഇൻ ദ ഡാറ്റ, എന്നിട്ട് അതിലെ ട്രെൻഡ്സുകൾ പുതിയ രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? Next, organize and analyze the health information for better utilization, process improvement, preparing reports and research purpose. എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പ്രോസസ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതിന് വേണ്ട ഇംപ്രൂവ്മെന്റുകൾ അല്ലെ, ഓരോ തവണ എന്ത് ചെയ്യാണ് അപ്ഡേഷൻസ് വരികയാണ് അല്ലെ, അപ്ഡേഷൻസ് വരികയല്ലേ. അപ്പൊ അതിനുവേണ്ട ഇംപ്രൂവ്മെന്റുകൾ നടത്തുക. പ്രിപ്പയർ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുക, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് പർപ്പസുകൾ നടത്തുക. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. There are some job carried out by health information manager. ഇവ ഇദ്ദേഹം ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്ന ഡെയിലി ടാസ്കുകളാണ് അല്ലെ, എല്ലാ ദിവസവും ചെയ്യുന്ന ഡെയിലി ടാസ്കുകളാണ്. Relying on the subfield we end up in, we may have more specialized duties. പക്ഷെ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? ഒതുങ്ങി നിൽക്കോ? ഈ പറഞ്ഞിരിക്കുന്ന ഡെയിലി ടാസ്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കോ? ഇല്ല അല്ലെ. ഇവർക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് സബ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടി വരുന്നുണ്ട്. സബ്ജക്ട് വി എൻഡ് അപ്പ് ഇൻ, ഇതിൽ മാത്രം ഇവരുടെ ഡ്യൂട്ടീസ് ഈ ഇൻഫർമേഷൻ മാനേജർ ഡ്യൂട്ടീസ് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇവർക്ക് എന്താണ് അഡീഷണലി ആയിട്ട് കൂടാതെ ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് കൂടി വരുന്നുണ്ട്. ക്ലിയർ ആയോ? അടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ?
ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കഴിഞ്ഞു കേട്ടോ. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.